എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 30-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ദേശീയ രക്തസാക്ഷി ദിനം എന്നാണ്? ദേശീയ രക്തസാക്ഷി ദിനം എന്നാണ്? ജനുവരി 30-നാണ്. ഓർത്തിരിക്കുക, ജനുവരി 30. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ റുസോമ ഓറഞ്ച് ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം? 2024 ജനുവരിയിൽ റുസോമ ഓറഞ്ച് ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം നാഗാലാൻഡ് ആണ്. ഏത് സംസ്ഥാനമാണ്? നാഗാലാൻഡ്. ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കർത്താവായ ബസവണ്ണയെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിച്ച സംസ്ഥാനം? സാമൂഹിക പരിഷ്കർത്താവായ ബസവണ്ണയെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഈ ക്വസ്റ്റ്യൻ തിരിച്ചും ചോദിക്കാം. അടുത്തിടെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിനെയാണ് സാംസ്കാരിക നേതാവായി കർണാടക പ്രഖ്യാപിച്ചത്? ഏതാണ്? ബസവണ്ണ. ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് നടത്തുന്ന പരിശോധന? ചോദ്യം ഒരിക്കൽ കൂടെ വായിക്കാം. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും അതുപോലെ തന്നെ വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായിട്ട് കേരള പോലീസ് നടത്തി വരുന്ന പരിശോധന എന്താണ്? ഓപ്പറേഷൻ ഡി ഹണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട് ആണ്. ഓപ്പറേഷൻ പി ഹണ്ടും ഡി ഹണ്ടും ഒന്നും മാറിപ്പോകരുത്, ഓർത്തിരിക്കുക. ഓക്കെ. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത്? 2024 ജനുവരിയിൽ ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഓന്ത് ഏതാണ്? വടക്കൻ കങ്കാരു ഓന്ത്. നല്ല പേരല്ലേ? വടക്കൻ കങ്കാരു ഓന്താണ് പുതിയ ഇനം ഓന്ത്. നമ്മുടെ ആറാമത്തെ ചോദ്യം, കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകൾ? കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും വിപണിയിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകളാണ് നേച്ചേഴ്സ് ഫ്രഷ്. എന്താണ്? നേച്ചേഴ്സ് ഫ്രഷ്. ഓർത്തിരിക്കുക. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം? 2024 ഫെബ്രുവരിയിൽ ഇന്ത്യ വിക്ഷേപിക്കുന്ന പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS ആണ് 2024 ഫെബ്രുവരിയിൽ ഇന്ത്യ കാലാവസ്ഥ നിരീക്ഷണത്തിന് വേണ്ടി അയക്കുന്ന ഉപഗ്രഹം. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, സുഗന്ധവ്യഞ്ജന ആഗോള സമ്മേളന വേദി. സുഗന്ധവ്യഞ്ജന ആഗോള സമ്മേളന വേദി എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, ഓർത്തിരിക്കുക. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, ഹാപ്പിനെസ് ഗ്രാമം എന്ന ആശയത്തിന്റെ ഭാഗമായി ഹോം സ്റ്റേ പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ പഞ്ചായത്ത്? ഹാപ്പിനെസ് ഗ്രാമം എന്ന ആശയത്തിന്റെ ഭാഗമായി ഹോം സ്റ്റേ പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ പഞ്ചായത്ത് ഏതാണ്? മലയൻകീഴാണ്. എവിടെയാണത്? തിരുവനന്തപുരം ജില്ലയിലാണ്. മലയൻകീഴ്, തിരുവനന്തപുരം ജില്ല. നമ്മുടെ അവസാനത്തെ ചോദ്യം, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് അനിൽകുമാർ ലഹോട്ടിയാണ്. ആരാണ്? അനിൽകുമാർ ലഹോട്ടി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചു. എല്ലാ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നോട്ട്സ് വേണ്ടവർ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ PSC വിവരങ്ങൾക്കും ഫാക്സിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.